നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിഷയം അശ്വതി നക്ഷത്രമാണ്. കൊല്ലവർഷം 1201 ആണ്ട്, അതായത് 2025-26 കാലഘട്ടത്തിലെ വർഷഫലമാണ്. ഇതിൽ ലഭ്യമായ വിവിധ ജ്യോതിഷ പ്രവചനങ്ങളെ ആഴത്തിൽ പഠിച്ച് അവയിലെ പൊതുവായ കാര്യങ്ങളും അതേസമയം ചില പ്രവചനങ്ങളിൽ കാണുന്ന വൈരുദ്ധ്യങ്ങളെയും സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതൊരു സാധാരണമായ വർഷമല്ല, മറിച്ച് ഗ്രഹങ്ങളുടെ നിർണായകമായ സ്ഥാനങ്ങൾ കാരണം വെല്ലുവിളികളും അവസരങ്ങളും ഒരുപോലെ പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണിത്. കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ വേഗത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രധാന പോയിന്റുകൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം. കൊല്ലവർഷം 1201 അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് പൊതുവെ നൽകുന്നത്. ഈ വർഷം ഭാഗ്യത്തെ മാത്രം ആശ്രയിച്ചുള്ളതല്ല, മറിച്ച് വ്യക്തിപരമായ കഠിനാധ്വാനവും ജാഗ്രതയും വിജയത്തെ നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകങ്ങളാണ്. ഔദ്യോഗിക രംഗത്ത് വലിയ മാറ്റങ്ങളും അന്യദേശവാസം, മത്സര പരീക്ഷകളിലും അഭിമുഖങ്ങളിലുമൊക്കെ വിജയവും, സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതി, ദീർഘകാല രോഗങ്ങളിൽ നിന്നുള്ള ആശ്വാസം, വിവാഹം, ഭവന നവീകരണം എന്നിവയ്ക്കൊക്കെ സാധ്യത ഇവിടെ കാണുന്നുണ്ട്. വെല്ലുവിളികളായി നോക്കുമ്പോൾ ഈ വർഷം പണമിടപാടുകളിലും നിക്ഷേപങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തണം. അറിവില്ലാത്ത മേഖലകളിൽ ധനം നിക്ഷേപിക്കുക, കടം കൊടുക്കുക, ലോൺ എടുക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യത്തിലും അലോസരങ്ങൾക്കും സാധ്യത കാണുന്നു. വർഷത്തെ ആദ്യ പകുതി കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും. രണ്ടാം പകുതിയിൽ ചില വെല്ലുവിളികളുമുണ്ട്. കാര്യവിഘ്നങ്ങൾ അകറ്റുന്നതിനായി നിത്യവും ആരെയാണ് ഭജിക്കേണ്ടത്, ദോഷഫലങ്ങൾ കുറയ്ക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇവയെല്ലാം ഉൾപ്പെടുന്നതാണിത്. കൊല്ലവർഷം 1201 ആരംഭിക്കുന്നത് ചിങ്ങമാസം 1-ാം തീയതി, അതായത് 2025 ഓഗസ്റ്റ് 17 ഞായറാഴ്ചയാണ്. ഈ വർഷത്തെ ജ്യോതിഷ ഫലങ്ങളെ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് വ്യാഴമാണ്. ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ, വിവിധ ജ്യോതിഷ വീക്ഷണങ്ങൾ ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ വർഷം വ്യാഴം മിഥുനൻ രാശിയിലും പിന്നീട് കർക്കിടകൻ രാശിയിലുമായി നേർവക്ര സഞ്ചാരം നടത്തുന്നു. വ്യാഴത്തിൻ്റെ രാശിമാറ്റമല്ല എന്നും കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണെന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ മറ്റൊരു വീക്ഷണത്തിൽ 2025 മാർച്ചിൽ ശനി മീനത്തിലേക്കും ഗുരു, അതായത് വ്യാഴം, മിഥുനത്തിലേക്കും മാറുന്നു. ഈ മാറ്റം ഗുരു ഒരു ശത്രുക്ഷേത്രത്തിൽ നിന്ന് മറ്റൊരു ശത്രുക്ഷേത്രത്തിലേക്ക് മാറുന്നതിനാൽ അതിൻ്റെ പൂർണ്ണമായ അനുഗ്രഹങ്ങൾ ലഭ്യമാകണമെന്നില്ലെന്നും പറയുന്നുണ്ട്. കൂടാതെ മെയ് മാസത്തിന് ശേഷം വ്യാഴം 11-ൽ സഞ്ചരിക്കുന്നത് നേട്ടങ്ങൾ അധികരിപ്പിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഈ വ്യത്യസ്തമായ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു നിശ്ചിത ഗ്രഹസ്ഥിതിയെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതല്ല ഈ വർഷഫലങ്ങൾ എന്നാണ്, മറിച്ച് ഗ്രഹങ്ങളുടെ സഞ്ചാരപഥത്തിലെ സങ്കീർണത കാരണം ജീവിതത്തിൽ വിവിധ മേഖലകളിൽ ഒരേ സമയം നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വർഷം പൂർണ്ണമായും അനുകൂലമോ പ്രതികൂലമോ അല്ല. വെല്ലുവിളികളെ നേരിടുമ്പോൾ ആവശ്യമായ ശ്രദ്ധയും ആത്മനിയന്ത്രണവും അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുമ്പോൾ വേണ്ട കഠിനാധ്വാനവും പ്രധാനമാകുന്നുണ്ട്. കൂടാതെ ശനി മാർച്ചിൽ 7.5 ശനി ആരംഭിക്കുന്നുണ്ട്. രാഹുവിനും കേതുവിനും രാശിമാറ്റമില്ലാത്ത വർഷം കൂടിയാണ് കൊല്ലവർഷം 1201 ആണ്ട്. ഒരു വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ കാര്യങ്ങൾ വളരെ അനുകൂലമായിരിക്കുമെന്നും ഈ കാലയളവിൽ ജോലിമാറ്റം, ധനനിക്ഷേപം തുടങ്ങിയ പ്രധാന കാര്യങ്ങൾ ചെയ്യാമെങ്കിലും ചില പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം എല്ലാ മേഖലകളിലും വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കുമെന്നും പറയുന്നു. ഇതൊരു മുന്നറിയിപ്പായി കണക്കാക്കി കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. വ്യാപാര ലാഭം, കാർഷിക ആദായം, ആരോഗ്യം എന്നിവ മെച്ചപ്പെടുന്ന സമയമാണ് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ. എന്നാൽ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ദൂരയാത്രകളും ചില ദുഃഖ അനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും കൃഷിയിലും വ്യാപാരത്തിലും ലാഭമൊക്കെ പ്രതീക്ഷിക്കാം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ നേതൃപദവികൾ ലഭിക്കുമെങ്കിലും അത് ദേഹാസ്വസ്ഥതകൾക്കും കാര്യവിഘ്നങ്ങൾക്കും കാരണമാകും. അവസാന പാദമായ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ വിദ്യാ പുരോഗതി, അന്യദേശ സഞ്ചാരം, ബന്ധുജന സുഖം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇത് കഠിനാധ്വാനം ചെയ്ത് ഭാവിയിലേക്ക് ഉപകരിക്കുന്ന തരത്തിൽ നിക്ഷേപങ്ങൾ സാധ്യമാക്കാൻ പറ്റിയൊരു വർഷമാണ്. അതേസമയം കൂടെ നിൽക്കുന്നവർ കൈ ഒഴിയുന്നതായി തോന്നാൻ സാധ്യതയുണ്ടെന്നും ചില പ്രവചനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഉദ്യോഗരംഗത്ത് മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. കൂടാതെ അന്യദേശവാസം ഉണ്ടാകാനും സാധ്യതയുണ്ട്. മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയശ്രീ ലാളിതരാകാനും അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം നടത്തി ഉദ്യോഗം നേടാനും കഴിയും. എന്നാൽ തൊഴിൽ രംഗത്ത് മാറ്റങ്ങളെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. ചില പ്രവചനങ്ങൾ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ തൊഴിൽ മാറ്റം അനുകൂലമാണെന്ന് പറയുമ്പോൾ മറ്റു ചിലത് ജോലി മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും അത് നഷ്ടങ്ങളിലേക്ക് നയിച്ചേക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥാനങ്ങളെക്കുറിച്ചുള്ള വ്യത്യസ്ത പ്രവചനങ്ങൾ ഈ വൈരുദ്ധ്യത്തിന് കാരണമാകാം. ഒരു വശത്ത് വ്യാഴം 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് നേട്ടങ്ങൾ അധികരിപ്പിക്കുകയും
മറുവശത്ത് ശനിയുടെ 7.5 ശനി ആരംഭിക്കുന്നതും ഗുരുവിൻ്റെ സ്ഥാനമാറ്റങ്ങൾ പൂർണ്ണമായി അനുകൂലമല്ലാത്തതും തൊഴിൽ മേഖലയിൽ അലച്ചിലും മന്ദതയും സൃഷ്ടിക്കാം. അതിനാൽ ഈ വർഷം തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ സാഹസങ്ങൾക്ക് മുതിരാതെ വ്യക്തമായ ആസൂത്രണത്തോടെയും ജാഗ്രതയോടെയും മാത്രം തീരുമാനങ്ങൾ എടുക്കുകയാണ് ഉചിതം. ഈ വർഷം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ ഭാവി ഉപകരിക്കുന്ന രീതിയിൽ നിക്ഷേപങ്ങൾ നടത്താൻ സാധിക്കും. എന്നാൽ പണമിടപാടുകളിൽ ശ്രദ്ധ ആവശ്യമാണ്. അറിയാത്ത മേഖലകളിൽ ധനം നിക്ഷേപിക്കുന്നതിൽ നിന്നും കടം കൊടുക്കുന്നതിൽ നിന്നും ലോൺ എടുക്കുന്നതിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കേണ്ടതാണ്. സാമ്പത്തിക കാര്യങ്ങളിലെ ഈ മുന്നറിയിപ്പ് ഈ വർഷം ഉയർന്ന നേട്ടങ്ങൾക്കൊപ്പം വലിയ നഷ്ടസാധ്യതകളും ഉണ്ടെന്നാണ് പറയുന്നത്. അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ വിവേകപൂർവ്വം പെരുമാറുന്നവർക്ക് മാത്രം വിജയം നേടാൻ കഴിയുന്നൊരു വർഷമാണിത്. വിവാഹം, ഭവന നവീകരണം എന്നിവ ഈ വർഷം സാധ്യമാണ്. എന്നിരുന്നാലും ദാമ്പത്യ ജീവിതത്തിൽ അലോസരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില പ്രവചനങ്ങൾ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. കൂടാതെ പങ്കാളിത്ത ബിസിനസ്സുകളിൽ പിളർപ്പുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പ്രണയബന്ധങ്ങളെക്കുറിച്ച് ലഭ്യമായ വിവരങ്ങളിൽ പ്രത്യേക പരാമർശങ്ങളൊന്നും കാണുന്നില്ല. എങ്കിലും കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ശനിയുടെ 7.5 ശനി തുടങ്ങുന്നതും രാഹു 8 നിന്ന് 7 പ്രവേശിക്കാൻ സാധ്യതയുള്ളതും ബന്ധങ്ങളെ സ്വാധീനിച്ചേക്കാം. അതിനാൽ ഈ വ്യക്തിബന്ധങ്ങൾ ക്ഷമയോടും വിട്ടുവീഴ്ചയോടും കൂടി പെരുമാറേണ്ടത് ഈ വർഷം അനിവാര്യമാണ്. ദീർഘകാലമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ വർഷം ആശ്വാസം ലഭിക്കുന്നതാണ്. എന്നിരുന്നാലും ആരോഗ്യകാര്യങ്ങളിൽ നിരന്തരമായ ശ്രദ്ധ അത്യന്താപേക്ഷിതമാണ്. ചില സമയങ്ങളിൽ ദേഹാസ്വസ്ഥതകൾ കാര്യവിഘ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇത് മുൻകാല രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെങ്കിലും വർഷം മുഴുവൻ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ മാനസികവും ശാരീരികവുമായ പുതിയ അവസ്ഥകൾക്ക് കാരണമാകാനും സാധ്യതയുണ്ട്. അതിനാൽ ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകുന്നത് പ്രധാനമാണ്. ഈ വർഷം വിദ്യാഭ്യാസപരമായി കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ വിദ്യാപുരോഗതിയും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള അന്യദേശ സഞ്ചാരവും സാധ്യമാകും. കൂടുതൽ വിശദമായ വിവരങ്ങൾ ഞങ്ങളുടെ മാസഫലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അശ്വതി നക്ഷത്രക്കാർക്ക്. കൊല്ലവർഷം 1201 അശ്വതി നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ സാധ്യതയുള്ള ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ ചില പ്രത്യേക ആരാധനാ രീതികൾ ഉണ്ട്. ഗണപതി ഭജനം. കാര്യവിഘ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ നിത്യവും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഉചിതമാണ്. ഗണേശ പ്രീതികരമായ നാമജപവും പൂജകളും നടത്തുക. ഗണേശ ഗായത്രിയും ഗണപതിയുടെ 1008 ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം എന്നിവ ഭക്തിയോടെ ജപിക്കുന്നത് ഗുണപ്രദമാകും. ശനിയുടെയും വ്യാഴത്തിൻ്റെയും പ്രതികൂല ഫലങ്ങളെ കുറയ്ക്കുന്നതിനായി വിഷ്ണു, ധർമ്മശാസ്താവ്, ഹനുമാൻ എന്നീ മൂർത്തികളെ ഭജിക്കുന്നത് ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും. അശ്വതി നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ ജനിച്ചവർക്ക് ഗണ്ഡാന്ത ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് കുടുംബത്തിന് ദുഷ്പേര് വരുത്താൻ കാരണമാകും. ഈ ദോഷം ലഘൂകരിക്കുന്നതിനായി ആവശ്യമായ ശാന്തി കർമ്മങ്ങൾ ചെയ്യണം. കൊല്ലവർഷം 1201 അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത്. ഇത് ഭാഗ്യം മാത്രം നിങ്ങളെ തുണയ്ക്കുന്ന ഒരു കാലഘട്ടമല്ല, മറിച്ച് നിങ്ങളുടെ കഠിനാധ്വാനവും വിവേകപൂർവമായ തീരുമാനങ്ങളുമാണ് വിജയത്തെ നിർണ്ണയിക്കുന്നത്. ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുകൂലമാകുമ്പോൾ കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാനും പ്രതികൂലമാകുമ്പോൾ ജാഗ്രതയോടും സമചിത്തതയോടും മുന്നോട്ട് പോകാനും സാധിക്കണം. ജ്യോതിഷഫലങ്ങൾ ഒരു വഴികാട്ടി മാത്രമാണ്. നിങ്ങളുടെ സ്വന്തം പരിശ്രമവും ക്ഷമയും ഭക്തിയും ശ്രദ്ധയും ഉപയോഗിച്ച് ഏത് പ്രതിസന്ധിയെയും അതിജീവിച്ച് വിജയം നേടാൻ കഴിയും. ദോഷപരിഹാരങ്ങളെ പ്രായോഗികമായ മാർഗനിർദ്ദേശങ്ങളായി കണ്ട് ദിനചര്യയുടെ ഭാഗമാക്കുന്നത് ഈ വർഷത്തെ വെല്ലുവിളികളെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.